ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. നമ്മുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ദ മാസ്ക് പ്രേക്ഷകരിൽ നിന്ന് നല്ല അഭിപ്രായം ഉണ്ടായെന്ന് കരുതുന്നു. അപ്പോൾ അനന്യ, നമുക്ക് ഇന്നൊരു സീരിയസ് മൂവി ആയാലോ? ശരിയാ, എന്നെ ഈ കോമഡി അടിച്ചെഴുതാൻ ശരിയായില്ലല്ലോ, കുറച്ച് സീരിയസ് ആയിട്ടിരിക്കുന്നു. ആമറിക്ക പീറ്റർ ലാംസ്ലിന്റെ കങ്കഷൻ മൂവി കണ്ടിട്ടുണ്ടോ? ഓ, അതൊരു രക്ഷയില്ലാത്ത മൂവിയാണ്. ഇത് വിൽ സ്മിത്തിന്റെ മൂവിയല്ലേ? 2015 ഇറങ്ങിയ മൂവികളിൽ നല്ല ശ്രദ്ധ നേടിയ മൂവിയായിരുന്നു. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അതേ ആര്യ, മൈക്ക് പിസ്റ്റൽ പണ്ടത്തെ അമേരിക്കൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തെ പിന്നീട് കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആൻഡ് ഇതിൽ വിൽ സ്മിത്ത് ഡോക്ടർ ബെനറ്റ് ഒംലോറ്റ് ഫോറൻസിക് പത്തോളജിസ്റ്റായി തകർത്തഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ കഥ പറയുകയാണെങ്കിൽ ഡോക്ടർ ബെനറ്റ് ഒംലുവിന് മൈക്ക് പിസ്റ്റലിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര സംശയം തോന്നി, കാരണം ഇതിൽ CT-യും MRI-യും ഒക്കെ നോർമൽ ആയിരുന്നു. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ പോലും ഇയാൾക്ക് ചെറിയ മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ഇങ്ങനെ ഹോംലെസ്നെസ് ആയിപ്പോയി എന്ന് അങ്ങനത്തെ ഒരു ചോദ്യം വരെ ഉണ്ടായി. സോ അദ്ദേഹം ചീഫിനോട് പറഞ്ഞു ഇങ്ങനെ ഫുൾ ഓട്ടോപ്സി വേണമെന്ന്. ബട്ട് കൂടെയുള്ള ഓഫീസേഴ്സ് അത് സപ്പോർട്ട് ചെയ്തില്ല. സ്വന്തമായി ഫണ്ട് ഇടണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. സോ ഡോക്ടർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് എക്സാമിനേഷനുകൾ ചെയ്യുകയായിരുന്നു. പിന്നെ അതിലെ ഡോക്ടർ ഓമില് വെബ്സന്റെ ബ്രെയിനിൽ നിന്നൊരു പ്രോട്ടീൻ കണ്ടെത്താനും പറ്റി. അത് പിന്നെ അതിന്റെ മൂഡും ഇമോഷനും പിന്നെ അൽസിമർ ഫംഗ്ഷൻ എഫക്ട് ചെയ്യുന്ന പോലത്തെയൊക്കെ ആയിരുന്നു. പിന്നെ അമേരിക്കൻ ഫുട്ബോൾ ഒരു വേറെ സ്കീമല്ലേ, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലേയേഴ്സിന് ഹെൽമെറ്റ് തമ്മിൽ കൂട്ടിയിടിക്കും. അതിലുണ്ടാകുന്ന ആ ഇമ്പാക്റ്റ് ആണ് ബ്രെയിനിൽ ഇങ്ങനെ ഇഞ്ചുറി ഉണ്ടാക്കുന്നത്. Lifts him off his feet. Oh my God. And John get the guy. John! സിനിമയിൽ തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി. ഡോക്ടർമാർ ഒരു വെള്ളം നിറച്ച കുപ്പിയിൽ ഇങ്ങനെ ഫ്രൂട്ട് ഇട്ട് കൊലുക്കുമ്പോൾ തന്നെ ആ ഫ്രൂട്ട് ഇല്ലാതെ ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കളിൽ കിടക്കുന്ന ബ്രെയിൻ ഇങ്ങനെ കുറേ ഹെഡ് ബ്ലോ കിട്ടുമ്പോൾ ന്യൂറോൺസ് ഇല്ലാണ്ടായി പോകുന്നു. വെബ്സ്റ്റർ തൻ്റെ കുട്ടിക്കാലം മുതൽ റിട്ടയർ ആകുന്നവരെ ഫുട്ബോൾ കളിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എത്രയധികം ഹെഡ് ട്രോമ അദ്ദേഹത്തിന് കിട്ടിക്കാണുമെന്ന്. I want to show you something. A human brain sits in a fluid completely disconnected from the human skull. ശരിയാണ്, ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള 3 കേസ് ഡോക്ടർ ഒമല് കണ്ടുപിടിക്കുകയുണ്ടായി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കൊളീഗ്സിന്റെ കൂടെ ചേർന്ന് പേപ്പർ പബ്ലിഷ് ആക്കുകയും ചെയ്തു. ഇത് NFL മെമ്പേഴ്സിനോട് ഇൻഫോം ആക്കിയിട്ട് പോലും അവരിത് റിജക്റ്റ് ആക്കുകയും ചെയ്തു, സയന്റിഫിക് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ അംഗീകരിക്കുന്നതായിരുന്നു സിനിമയുടെ അവസാനം കാണിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം മൂവിയെ കുറിച്ച് പറഞ്ഞു, എന്നാൽ ഇതിലെ അസുഖത്തെയോ അല്ലെങ്കിൽ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി. നിനക്ക് ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? എവിടെന്ന്? എനിക്കും വലിയ പിടിയില്ല, എന്നാൽ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടുകയാണ് ഗൈസ്. ഡോക്ടർ അനന്ത്, TMCയിലെ പേര് കേട്ട ന്യൂറോ പത്തോളജിസ്റ്റ്. ഡോക്ടർ, പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഞങ്ങളൊരു മൂവി കണ്ടായിരുന്നു, കൺകഷൻ. അതിൽ ഫുട്ബോൾ പ്ലെയേഴ്സ് മരിച്ചതിന് ശേഷം അവരിൽ ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി എന്ന കണ്ടീഷൻ അല്ലെ അസുഖം കണ്ടുപിടിക്കുകയായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഡോക്ടറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഹായ് ഗൈസ്, നമസ്കാരം. CTE അഥവാ ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് എല്ലാം കംപ്ലീറ്റ് ആയി നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് CTE. ഇത് കൂടുതലായി കാണപ്പെടുന്നത് അത്ലറ്റ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സ്, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, മിലിറ്ററി സർവീസ് എന്നിവയിലുള്ളവരിലാണ് കൂടുതലായി ഇത് കാണപ്പെടുന്നത്. എന്താണ് ഇവരിൽ സംഭവിക്കുന്നത് വെച്ചാൽ, റിപ്പീറ്റഡ് ഹെഡ് കൊളിഷൻസ് കാരണം ഇവരുടെ ബ്രെയിനിലെ ന്യൂറോൺസിൽ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്യും. അതുവഴി ന്യൂറോൺസ് എല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷൻ കാണിക്കുന്ന പേഷ്യൻസിന്റെ സിംറ്റംസ് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ പേഷ്യന്റ് മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നു, അതായത് തലകറക്കം, തലവേദന എന്നിവയും. രണ്ടാമത്തെ സ്റ്റേജിൽ പേഷ്യന്റ് ഓർമ്മക്കുറവും പേഷ്യന്റ് അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ, നാലാമത്തെ സ്റ്റേജുകളിലായി പേഷ്യന്റ് കഠിനമായ ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസിയും കാണിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷന്, ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി, നിലവിൽ ട്രീറ്റ്മെന്റ് ഒന്നും തന്നെയില്ല. പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ നിലവിൽ ഓട്ടോപ്സിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.
താങ്ക് യു ഡോക്ടർ ഫോർ എ വാലബിൾ ടൈം വിത്ത്. സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് കൺവേർഷൻ. സാധാരണ സ്പോർട്സ് മോട്ടിവേഷൻ മൂവി പോലെയല്ല, അത് കൊണ്ടുവരുന്ന ഒരു കോൺസിക്വൻസസ് ആണ് ഈ മൂവിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡയറക്ഷൻ, ആക്ടേഴ്സിന്റെ അഭിനയം, മേക്കിംഗ് എല്ലാം പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. Until next time, stay curious and keep exploring the world of movies with us. This is Amir and Arya signing off.